എട്ടാമത്തെ ദിവസം ഞങ്ങൾ മക്കാവുവിൽ നിന്നും കടൽ മാർഗം ഹോങ്കോങ്ങിൽ എത്തിച്ചേർന്നു. ഏകദേശം ഉച്ചയായി എത്തിയപ്പോൾ നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി, ഉച്ചഭക്ഷണം കഴിക്കാൻ പോയി. ഇപ്പം വന്നിരിക്കുന്നത് ഒരു കേബിൾ കാറിൽ കയറാനായിട്ടാണ്. ഈ കേബിൾ കാർ എന്ന് പറയുന്നത് ലോകപ്രശസ്തമായ കേബിൾ കാറാണ്. ലെൻഡാവു ഐലൻഡിലേക്ക് പോകുന്ന ഒരു കേബിൾ കാറാണ്. ഇതിൻ്റെ പേര് എൻഗോങ് പിങ് 360. അതാണ് ഈ കേബിൾ കാർ സംവിധാനത്തിൻ്റെ പേര്. ഇത് തുടങ്ങുന്നത് ടങ് ചുങ് എന്ന ടൗണിൽ നിന്നാണ്. ഇപ്പം ടങ് ചുങ് എന്ന ടൗണിൽ ഞങ്ങൾ നിൽക്കുകയാണ്. ഇപ്പം ക്യൂവിലാണ് ഇപ്പോൾ ഉള്ളത്. കുറേ നേരമായി ക്യൂ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പം ഏകദേശം ഞങ്ങൾ ആ കേബിൾ കാറിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഞങ്ങൾ അകത്തോട്ട് കയറാൻ പോവുകയാണ്. ഓരോരുത്തർ ക്യൂ നിൽക്കുകയാണ്. ഏകദേശം 2 മണിക്കൂർ ക്യൂവിൻ്റെ ഒടുവിലാണ് ഞങ്ങളിവിടെ എത്തിയത്. ഇപ്പം ഞങ്ങൾ കേബിൾ കാറിൽ കയറി ദാണ്ട കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 6 പേരാണ്. 6 അല്ല 8 പേർക്ക് വരെ വേണമെങ്കിൽ ഒരു കേബിൾ കാറിൽ കയറാൻ കഴിയും. ഇപ്പം ഞങ്ങളിപ്പോൾ 6 പേരേ ഉള്ളൂ. ഇപ്പോൾ പുറപ്പെട്ട് കഴിഞ്ഞു. ഈ പുറപ്പെടുന്ന നല്ല സ്പീഡിലോട്ടാണ്, അങ്ങോട്ട് തെറിക്കുന്ന കണക്കാണ് പുറപ്പെടുന്നത്. അപ്പോൾ ഞങ്ങൾ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഈ കേബിൾ കാറിന് ഇപ്പോൾ 2 മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് ഞങ്ങൾ കേബിൾ കാറിൽ കയറിയത്. സാധാരണ ഇത്രയും സമയമൊന്നും ക്യൂ നിൽക്കേണ്ടി വരത്തില്ല എന്നാണ് ഗൈഡ് പറഞ്ഞത്. അതിന് കാരണമുണ്ട് ഇത്രയും ക്യൂ നിൽക്കേണ്ടി വന്നതിന്. അതായത് ഇന്നത്തെ ദിവസം ചൈനീസ് ലൂണാർ ന്യൂ ഇയർ ദിവസമാണ്. അതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. അപ്പം ടൂറിസ്റ്റുകളൊക്കെ ധാരാളമായിട്ട് വരുന്നൊരു സമയം കൂടാണ്. ഒരാഴ്ച ചൈനയിൽ അവധിയാണ്. അപ്പോൾ മെയിൻലാൻഡ് ചൈനയിൽ നിന്നൊക്കെ ധാരാളം ടൂറിസ്റ്റുകൾ ഈ ഹോങ്കോങ് കാണാനായിട്ട് വരുന്നുണ്ട്. ഈ ഹോങ്കോങ് കാണാൻ വരുന്നവരെല്ലാം തന്നെ ഈ കേബിൾ കാറിലും കയറും. ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണങ്ങളിലൊന്ന് ഈ കേബിൾ കാറാണ്. ലെൻഡാവു ഐലൻഡിലേക്ക് പോകുന്ന കേബിൾ കാറാണ്. ഇതിൻ്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, എൻഗോങ് പിങ് 360 കേബിൾ കാർ. ഈ കേബിൾ കാറിന് 5.7 കിലോമീറ്റർ നീളമുണ്ട്. 5.7 കിലോമീറ്റർ നീളമുള്ള ഒരു കേബിൾ കാറാണിത്. ഏകദേശം 25 മിനിറ്റ് കൊണ്ട് മാത്രമേ നമുക്ക് ടങ് ചുങ് എന്ന ടൗണിൽ നിന്നും എൻഗോങ് പിങ് എന്ന കുന്നിൻ പുറത്തേക്ക് എത്താനായിട്ട് കഴിയുകയുള്ളൂ. 25 മിനിറ്റ് യാത്രയുണ്ട്. ഇത് ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ബൈക്ക് കേബിൾ റോപ്പ് വേകളിലൊന്നാണ്. 2 കേബിൾ ഉണ്ട് ഇതിനകത്ത്. അതാണ് ബൈക്ക് കേബിൾ എന്ന് പറയുന്നത്. ബൈക്ക് കേബിൾ റോപ്പ് വേ ആണ്. അതായത് ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ ബൈക്ക് കേബിൾ റോപ്പ് വേ. അപ്പോൾ ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് താഴോട്ട് നോക്കിയാൽ കടലാണ് കാണുന്നത്. കടൽ ദക്ഷിണ ചൈന കടലാണ്. നമ്മൾ അതിൻ്റെ പുറത്തുകൂടാണ്, അതിൻ്റെ മേളിൽ കൂടാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് പോകുന്നൊരു ഐലൻഡിലേക്കാണ് പോകുന്നത്. അവിടെ ഒരു പാലമൊക്കെ ഉണ്ട് ഇവിടെ. ആ പാലത്തിലൂടെ ബസ്സിലും നമുക്ക് ഈ എൻഗോങ് പിങ് വില്ലേജിലോട്ട് നമുക്ക് എത്തിച്ചേരാനായിട്ട് കഴിയും. ഇപ്പോൾ ഇതിൽ മാലയിൽ ഇങ്ങനെ മുത്ത് കോർത്ത കണക്കാണ് ഈ കേബിൾ കാറുകൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. ഏകദേശം ടൗൺ വിട്ട് കുന്നിൻ പ്രദേശത്തോട്ട് കയറിയാണ്. നല്ല കാടാണ്. അപ്പോൾ കാട്ടിന് മുകളിലൂടെ, ആ കുന്നിൻ പുറത്തുള്ള കാടിന് മുകളിൽ കൂടാണ് ഈ കേബിൾ കാറിൽ പോകുന്നത്. ടൗണൊക്കെ നമ്മൾ വിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ 2-3 കുന്നുകൾ കയറി ഇറങ്ങിയിട്ടാണ് നമ്മളെ ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തിച്ചേരുന്നത്. ഇത് ഹോങ്കോങ് എയർപോർട്ടാണ്. ഹോങ്കോങ് എയർപോർട്ട് നമുക്ക് കാണാൻ കഴിയും ഈ കേബിൾ കാറിലൂടെ. ഇപ്പോൾ ഈ അടുത്ത തൂണ് കവർ ചെയ്ത് പോവുകയാണ്. ഇപ്പോൾ താഴെയോട്ട് നോക്കുമ്പോൾ നടപ്പാത കണ്ടല്ലോ. ഈ നടപ്പാതയിലൂടെ ആളുകൾ നടന്ന് വരുന്ന കാഴ്ചയും കാണുന്നുണ്ട്. ഇപ്പോൾ നടന്നൊക്കെ വരണമെങ്കിൽ എനിക്ക് തോന്നുന്നൊരു 4-5 മണിക്കൂർ നടക്കേണ്ടി വരും. നടന്നാലേ ആ മലമുകളിലെത്താനായിട്ട്, എൻഗോങ് പിങ് വില്ലയിലെത്താനായിട്ട് കഴിയുകയുള്ളൂ. ആൾക്കാരൊക്കെ നടന്നു വരുന്നുണ്ട്.
ഇപ്പം ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ് എങ്കോങ് വില്ലേജിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ 25 മിനിറ്റ് യാത്രയ്ക്കൊടുവിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. കേബിൾ കാറിൽ ഞങ്ങൾ ഇറങ്ങി. ഇനി ആ വില്ലേജ് സന്ദർശനത്തിന് വേണ്ടിയിട്ട് പോവുകയാണ്. കുറച്ച് കാര്യങ്ങളിവിടെ കാണാനുണ്ട് വില്ലേജിൽ. കേബിൾ കാറുകളിന് ഒന്നിന് പുറമെ ഒന്നായിട്ട് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കേബിൾ കാർ വരുമ്പോഴും 6 പേര് വെച്ചിങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കും. ഗൈഡ് നമ്മൾ നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഗൈഡ് നമ്മളെ കാത്തിരിക്കുകയാണ്. കുറേ കേബിൾ കാറുകൾ കയറിയിട്ടുണ്ട്. നമ്മൾ മലമ്പുഴ ഒരു കേബിൾ കാറുണ്ട്. പക്ഷേ അത് സമനിലത്തിലാണ് പോകുന്നത്, പാരലായിട്ടാണ് പോകുന്നത്. ഇത് നല്ല ഒന്നാന്തരം കുന്നിൻ്റെ മുകളിലായിട്ടാണ് കയറുന്നത്. ഇതിനേക്കാളും വലിയ കുന്നിൻ്റെ മുകളിൽ കയറുന്ന മനാക്കാമന കേബിൾ കാറിൽ കയറിയിട്ടുണ്ട്. അതുപോലെ ഗുൽമാർഗിലെ കേബിൾ കാറിൽ കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ തിരിച്ചുള്ള യാത്രയാണ്. തിരിച്ചുള്ള യാത്രയ്ക്ക് നമ്മൾക്ക് നല്ല ഒരു കാഴ്ച കാണാൻ പറ്റി. ഹോങ്കോങ് എയർപോർട്ടിൻ്റെ കാഴ്ചയാണത്. ഇപ്പോൾ ഞങ്ങൾ തുടങ്ങിയെടുത്ത് എത്തിയിരിക്കുകയാണ്. ടങ് ചുങ് ടൗണിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഞങ്ങൾ ബസ്സിൽ കയറി വീണ്ടും ഹോങ്കോങ്ങിലേക്ക് പോകണം. അവിടെയാണ് ഞങ്ങൾ താമസം ഒരുക്കിയിരിക്കുന്നത്.